ലോക സിനിമയിൽ എന്നും ചെറിയ ബഡ്ജറ്റിൽ വന്ന് വമ്പൻ വിജയങ്ങൾ നേടിയ സിനിമയുണ്ട്. വമ്പൻ ബഡ്ജറ്റ് വന്നിട്ട് 8 നില പൊട്ടുന്ന സിനിമകളുണ്ട്. ഇത് സർവ്വവ്യാപകമായിട്ട് ലോക സിനിമയിലുള്ളതാണ്. നമ്മുടെ കൊച്ചു മലയാള സിനിമ മലയാള സിനിമ വലിയ ഗംഭീര കണ്ടന്റ് ഇറക്കുന്ന മലയാള സിനിമയാണ്. മലയാള സിനിമയിൽ ലോ ബഡ്ജറ്റിൽ വന്നിട്ട് വലിയ വിജയം നേടിയ ഒരു 3-4 ചിത്രങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ കമൻസിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ എഴുതുക. ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള അടുത്ത കാലത്ത് ഇറങ്ങിയ കുറച്ച് ചിത്രങ്ങളാണ് പറയുന്നത്. ഒന്ന് ദൃശ്യമാണ്. മോഹൻലാലിൻ്റെ ഒരു കുടുംബ ചിത്രമാണ്. മോഹൻലാൽ, മീന ഒക്കെയുള്ള കലാഭവൻ ഷാജോണൊക്കെ ഉള്ള ഒരു വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത മോഹൻലാലിൻ്റെ ഒരു വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങിയ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം. ആദ്യത്തെ 50 കോടി ചിത്രമാണ്. 50-60 കോടിയോളം ഇത് 60 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഒരു സിനിമയാണ്. 2 പ്രേമം. അതിന് മുമ്പ് റിലീസായ പടമാണ്. എന്നാലും പറയണം, ഒരു വലിയ ബഡ്ജറ്റ് ഒന്നുമില്ലാതെ അൽഫോൺസ് പുത്രൻ ഒരുക്കിയ ചിത്രം. പക്ഷേ ഈ ചിത്രം നേടിയത് ഒരു 100 കോടിക്ക് അടുത്ത് പോയതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ പ്രിൻ്റൊക്കെ ഇറങ്ങി അത് പ്രശ്നമായി. എന്നാൽ 75 കോടിക്ക് അടുത്തൊക്കെ കളക്ട് ചെയ്തൊരു സിനിമയാണ്. ഗംഭീര വിജയമായ ചിത്രമാണ്. മഞ്ഞുമൽ ബോയ്സ്. ഒരു താരങ്ങളും ഇല്ലാതെ തമിഴ്നാട്ടിൽ പോലും അസാധാരണ സ്വീകരണം കിട്ടിയ ചിദംബരം സംവിധാനം ചെയ്ത സിനിമ. ഗംഭീര സിനിമയാണ്. ചെറിയ ബഡ്ജറ്റിൽ വലിയ വിജയം പറഞ്ഞാൽ വലിയ വിജയം നേടിയ സിനിമ. പിന്നെ പ്രേമലു. വലിയ താരങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവർക്കൊക്കെ റേറ്റ് കൂടി കാണും. പക്ഷേ അന്ന് പ്രേമലു ചെയ്യുമ്പം നസ്ലിനാണെങ്കിലും അമിതോജുവിനായാലും ഒന്നും വലിയ റേറ്റ് ഒന്നുമില്ല. പക്ഷേ അത് ഗംഭീര വിജയം നേടി. ഏകദേശം 150 കോടിക്ക് അടുത്തൊക്കെ കളക്ഷൻ നേടിയ സിനിമയാണ് പ്രേമലു. കളങ്കാവലും പറയാം. കളങ്കാവൽ 2-3 താരങ്ങളേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം 80 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു. DS ഇറേ. പ്രണവ് മോഹൻലാൽ, നമ്മുടെ രാഹുൽ സദാശിവൻ പ്രമേയത്തിന് ശേഷം ചെയ്ത പടം. അതും 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ. ഇങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട്. തുടരും, ലോകയൊക്കെ 30 കോടിക്ക് ബഡ്ജറ്റ് വരുന്നതാണ്. എന്നാൽ നിങ്ങൾ പറയും ഇതൊക്കെ ഈ ലിസ്റ്റ് വരണം, ഏതൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഇനി വരേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി വലിയ ബഡ്ജറ്റിൽ വലിയ വിജയങ്ങൾ നേടിയ ചിത്രവും നമുക്ക് ഉൾപ്പെടുത്താം. അതുവരെ ബൈ.